ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബേബി ഫ്രോക്കാണ്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 3 തരത്തിലുള്ള ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത്. ഇത് ലൈനിങ് ഫാബ്രിക്കാണ്. ഇതാണ് നമ്മുടെ മെയിൻ ഫാബ്രിക്. ഇത് ഡോബി ജോർജറ്റാണ്. അത് ഞാൻ 1.5 മീറ്റർ എടുത്തിട്ടുണ്ട്. ലൈനിങ്ങും 1.5 മീറ്റർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇത് ക്രീപ്പ് ഫാബ്രിക്കാണ്. ഇതിൻ്റെ ഇഞ്ച് വരുന്നത് 44 എൻ്റെ ഇനി ഈ ഫ്രോക്കിൻ്റെ ഏജ് എന്ന് പറയുന്നത് 7 to 8 ഇയേഴ്സ് ആണ്. ഈ ഒരു ഫ്രോക്കിൻ്റെ ലെങ്ത്ത് 30 ഇഞ്ചാണ് കേട്ടോ വരുന്നത്. ബോഡി പാർട്ട് 11 ഇഞ്ചും താഴെ സ്കേർട്ട് പോർഷൻ 19 ഇഞ്ച്, അങ്ങനെയാണ് ഈ ഒരു ഫ്രോക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ ലൈനിങ് ഫാബ്രിക്. സ്കേർട്ട് പോർഷനും ബോഡി പോർഷനും ഈ ഒരു ലൈനിങ്ങിൽ നിന്നാണ് കട്ട് ചെയ്യണത്. അപ്പോൾ ഞാൻ 22 ഇഞ്ച് നീളത്തിൽ ഞാൻ ഈ ഒരു 2 ഫാബ്രിക്കും കട്ട് ചെയ്തെടുക്കുകയാണ്. ഒന്ന് ബാക്കിലേക്കും ഒന്ന് ഫ്രണ്ടിലേക്കും. അപ്പോൾ ഇതിൽ 19 ഇഞ്ച് മതി നമുക്ക് സ്കേർട്ടിന്. തയ്യൽ തുമ്പ് അടക്കം ഒരു 2-3 ഇഞ്ച് കൂട്ടി നിങ്ങൾ എക്സ്ട്രാ എടുക്കണം. ഇനി ബാക്കി ഈ ഒരു പാർട്ടുണ്ടല്ലോ, അതാണ് നമ്മൾ ബോഡി പാർട്ടായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് നമുക്ക് 11 ഇഞ്ചാണ് വേണ്ടത്. ഇനി അവിടെയും ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് കൂടിയും കൂട്ടി 12 ഇഞ്ച് നമുക്ക് ഇറക്കത്തിൽ ആ ഒരു ഭാഗത്ത് ഇടണം. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മളിതുപോലെ തുണി മടക്കി കട്ട് ചെയ്യേണ്ടത്. ഇനി ഇവിടെ ബാക്ക് പീസിൽ ഞാൻ സിബ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ മടങ്ങിയ ഭാഗത്തു നിന്ന് ഒരു 1/2 ഇഞ്ച് ഞാൻ നീക്കിയിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ബാക്ക് പാർട്ട് ഫ്രണ്ട് പാർട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ബോഡീസ് പാർട്ടിൻ്റെ ലെങ്ത്ത് 11 ഇഞ്ചാണ്. അപ്പോൾ 8 വയസ്സ് വരെ നമ്മൾ ഈ ഒരു 11 ഇഞ്ച് വരെ എടുക്കാം. പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ്, അതിൽ 1/2 ഇഞ്ച് എന്ന് പറയുന്നത് ഷോൾഡർ ജോയിൻ ചെയ്യാനും 1/2 ഇഞ്ച് താഴെ സ്കേർട്ട് ജോയിൻ ചെയ്യാനുമാണ്. വീതി വരുന്നത് 9 ഇഞ്ചും ബാക്ക് സൈഡിൽ 1 ഇഞ്ച് കൂടി എക്സ്ട്രാ എടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ നിന്നാണ് മാർക്ക് ചെയ്യേണ്ടത്. ഷോൾഡർ 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. നെക്കിൻ്റെ വീതി ഞാൻ ഒരു 2.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇനി ഇവിടെ നിന്ന് നെക്കിൻ്റെ ലെങ്ത്ത് 2.5 ഇഞ്ച് തന്നെ കൊടുക്കാം. അപ്പോൾ എപ്പോഴും മാർക്ക് ചെയ്യുമ്പോൾ ഫ്രണ്ട് പീസിൻ്റെ ആയിരിക്കണം നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ്സ് എടുക്കേണ്ടത്. ബാക്ക് പീസ് ഇതുപോലെ നീക്കി വെച്ചിട്ട് വേണം വെക്കേണ്ടത്. ഇനി ബാക്ക് പീസിൻ്റെ ലെങ്ത്ത് ഞാൻ 1.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ ഫ്രോക്കിന് ഒരു ഫ്രിൽ സ്ലീവാണ് കൊടുക്കുന്നത്, അല്ല ഫ്രിൽ നെക്ക് പാറ്റേൺ ആണ് കൊടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നെക്കിനെ അധികം ഇറക്കണം എന്നില്ല, ഒരു 2 ഇഞ്ച് വരെ ഇറക്കിയാലും മതി. ഇനി ഇവിടെ ആം ഹോളിൻ്റെ ലെങ്ത്താണ്, അത് ഞാൻ 5.5 ഇഞ്ച് കൊടുക്കുകയാണ്. ഇനി ബാക്കിയുള്ള മെഷർമെൻറ്റ്സ് ഇപ്പോൾ 4 വയസ്സ് 5 വയസ്സ് അതിൻ്റെ മെഷർമെൻറ്റ്സിൻ്റെ ചാർട്ട് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു മെഷർമെൻറ്റ്സ് യൂസ് ചെയ്ത് തയ്ച്ചാൽ മതി. ഇനി ഇവിടെ ആം ഹോൾ കൊടുത്തു. ഇനി ഇവിടുത്തെ ചെസ്റ്റ് റൗണ്ടാണ്, അത് ഞാൻ ഇവിടെ 6.5 ഇഞ്ച് കൊടുക്കുകയാണ്. അപ്പോൾ എത്രയാണ് ചെസ്റ്റ് റൗണ്ട് വരുന്നത് അതിൻ്റെ 4/1 വേണം കേട്ടോ നമ്മളെപ്പോഴും ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. അതുപോലെ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യുമ്പോഴും ഞാൻ സെയിം തന്നെ 6.5 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യണത്. ഇനി ഇതിന് ഇതുപോലെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് ഒന്ന് വരച്ചെടുക്കാം. ചിലർക്ക് വേസ്റ്റ് റൗണ്ട് 1 ഇഞ്ച് കുറവായിട്ടായിരിക്കും കിട്ടുന്നത്. അത് ഓരോരുത്തരുടെയും ബോഡിക്ക് അനുസരിച്ചിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ലൈനിങ് പാർട്ടിലാണ് കട്ട് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇവിടെ ആം ഹോള് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുമിച്ച് തന്നെ ബാക്ക് പീസും ഫ്രണ്ട് പീസും ഒരുമിച്ച് തന്നെ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ട് നെക്ക് ആദ്യം കട്ട് ചെയ്യരുത്, ബാക്ക് നെക്ക് കട്ട് ചെയ്യാണ് വേണ്ടത്. അതിനുശേഷം ബാക്ക് പീസ് നീക്കിയിട്ട് ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മുടെ ബോഡീസ് പാർട്ടിൻ്റെ ലൈനിങ് റെഡി ആയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് നല്ല ഫാബ്രിക്, ഇതൊരു ഡോബി ജോർജറ്റാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ട സ്കേർട്ടിൻ്റെ ലെങ്ത്ത് എടുക്കുക. 22 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്, 19 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 2.5-3 ഇഞ്ച് എക്സ്ട്രാ എടുത്താൽ മതി. ഇനി ബാക്കി ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ ബോഡീസ് പാർട്ടായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അധികം കൂടുതൽ ലെങ്ത്ത് 30 ഇഞ്ച് വരെ നമുക്ക് ആ ഒരു ലെങ്ത്തിൽ നിന്ന് എടുത്താൽ മതിയോ. ഇനി നമുക്ക് ഇത് നല്ല ഫാബ്രിക്കിൽ ഈ ലൈനിങ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അടുത്ത് ഫ്രണ്ട് പീസാണ്, അത് ഇതുപോലെ തുണി മടക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ബാക്കി വന്ന തുണിയാണ്, ഇനി ഇത് നമ്മൾ സ്കേർട്ട് പോർഷനായിട്ട് എടുക്കുകയാണ്. ഇനി ബാക്ക് പീസിൻ്റെ ലൈനിങ് പീസ് എടുത്തിട്ട് അതിൻ്റെ മിഡിൽ പാർട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക.
നമ്മളിവിടെ സിബ് വയ്ക്കാൻ വേണ്ടിയാണ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിനടിയിലായിട്ട് നമ്മൾ നല്ല ഫാബ്രിക് വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല വശത്തേക്ക് തിരിച്ചിടും. അപ്പോൾ നല്ല വശവും ഈ ലൈനിങ്ങിൻ്റെ ഭാഗവും ഇതുപോലെ വെച്ചിട്ട് ഈ ഒരു അരികു ഭാഗം ഒരു 1/4 ഇഞ്ചിലോ 1/2 ഇഞ്ചിലോ ഒന്ന് തയ്ച്ചെടുക്കാം. ഇനി ഫ്രണ്ട് പാർട്ടാണ്. അപ്പോൾ ഇത് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല ഭാഗമാണ്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ലൈനിങ് പീസ് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇവിടെ നമ്മൾ വേറെ മറിച്ചൊന്നും ഇടണില്ല. ജസ്റ്റ് ഇതൊന്ന് ഒപ്പത്തിൽ നിൽക്കാൻ വേണ്ടി ആ നെക്കിൻ്റെ ഭാഗവും ഷോൾഡറിൻ്റെ ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഇനി ഇവിടെ ഫ്രില്ല് വെക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് മറിച്ചിടേണ്ട ആവശ്യമില്ല. ആ ഒരു നല്ല വശത്ത് തന്നെ ഇതുപോലെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഇവിടെ ബാക്ക് സൈഡിൽ ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു തുണീനെ ഇതുപോലെ നമ്മൾ നല്ല വശത്തേക്ക് കൊണ്ടുവരാം. ഫ്രണ്ട് ഭാഗത്ത് നല്ല വശത്ത് അടിയിലായിട്ട് വേണം ലൈനിങ് വയ്ക്കേണ്ടത്. ഇനി ഈ ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് വയ്ക്കുമ്പോൾ നമ്മൾ ബാക്ക് സൈഡിൻ്റെ നല്ല വശവും ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം ഒരുമിച്ചിട്ട് വെച്ചിട്ട് വേണം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇതിന് ശേഷമാണ് നമ്മൾ നെക്കൊക്കെ ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതുപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീതി എന്ന് പറയണത് 3 ഇഞ്ചും അതിൻ്റെ നീളം നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ എടുക്കാം. ഇവിടെ ഒരു 1.5 ഇഞ്ച് മടക്കിയ ശേഷം നമുക്ക് കിട്ടും. ഇതുപോലെ മടക്കിയിട്ടാണ് നമ്മൾ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 1 ഇഞ്ചാണ് എൻ്റെ തയ്ച്ച് വരുമ്പോൾ ഫ്ലീറ്റ്സിൻ്റെ വീതി വരിക. 1/2 ഇഞ്ച് അതിൽ നമ്മൾ നെക്കായിട്ട് അറ്റാച്ച് ചെയ്യും. എന്നിട്ട് ഇതിനെ ഇതുപോലെ കണ്ടോ ഇതുപോലെ ഇതുപോലെ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ ഇതുപോലെ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ തുണീൻ്റെ ലെങ്ത്ത് എടുക്കേണ്ടത് നിങ്ങൾ 3 ഇഞ്ചാണ്. 1 ഇഞ്ചാണ് നമുക്ക് തയ്ച്ച ശേഷം വരേണ്ടത്. അപ്പോൾ 1.5 ഇഞ്ചിലെടുക്കാം. ഇങ്ങനെയാണ് 3 ഇഞ്ച് കിട്ടുന്നത്. ഞാൻ ഇതുപോലെ ചെറിയ ഒരേ വലിപ്പത്തിൽ തന്നെ നിങ്ങൾ ഫ്ലീറ്റ്സ് ഇടാൻ നോക്കാം. ഇപ്പം ഞാൻ ഇവിടെ ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുണ്ട്, കണ്ടല്ലോ. അടുത്തത് നമ്മൾ മുന്നേ തയ്ച്ച ആ ഫ്ലീറ്റ്സ് ഉണ്ടല്ലോ, അത് ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഒരു അറ്റഭാഗം ഒന്ന് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ഇവിടെ നിന്ന് ഈ സിബിൻ്റെ ഈ ഒരു അറ്റത്തുനിന്ന് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ഇതുപോലെ ചുറ്റും തയ്ച്ചു കൊടുക്കാം. അപ്പോൾ നല്ല നീളത്തിൽ തന്നെ നിങ്ങൾ തുണി എടുക്കാൻ നോക്കുക. എന്നിട്ട് ഇതുപോലെ ഫ്ലീറ്റ്സ് ഇട്ടിട്ട് ഈ ഒരു ടോപ്പിൻ്റെ നല്ല വശത്ത് വയ്ക്കും. ഇപ്പം നമുക്കിവിടെ 1 ഇഞ്ച് കിട്ടുന്നുണ്ട്. ബാക്കി 1/2 ഇഞ്ച് നമ്മൾ അത് സ്റ്റിച്ച് ചെയ്ത് മറിച്ചിടും. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്യണേ നോക്കാം. അപ്പോൾ തുണീൻ്റെ നല്ല വശത്ത് വേണം അതുപോലെ വയ്ക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ആ മുന്നേ അടിച്ച ഭാഗത്ത് കൂടെ തന്നെ ആ നെക്കിൻ്റെ മുകളിലായിട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഫുൾ അടിച്ചിട്ടുണ്ട്. ഇനി ഈ ആ ഒരു ഭാഗം കാണാതിരിക്കാൻ നമ്മൾ ചെറിയൊരു പൈപ്പിംഗ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഞാൻ ഇതുപോലെ ഒരു ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഇതിന് മുകളിലായിട്ടൊന്ന് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം അതിനൊന്ന് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് വീണ്ടും മടക്കി അതിൻ്റെ ഉള്ളിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് തുണീൻ്റെ നല്ല വശത്തിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ തുണീനെ ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇതിൽ പൈപ്പിങ്ങനെ മടക്കിയിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നിവർത്തിയിട്ടും സ്റ്റിച്ച് ചെയ്ത് മടക്കി ഉള്ളിലേക്ക് ആക്കാം. 2 രീതിയിലും നമുക്കത് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാനത് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് ഈ കാണുന്നത്. ഇനി നമ്മൾ ഈ ഒരു തുണീനെ ഇതുപോലെ പുറത്തേക്ക് ഇങ്ങനെ മറിക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ഈ ഒരു റോങ് സൈഡിൽ അടിക്കേണ്ട, അതിൻ്റെ പകരം ഈ ടോപ്പിൻ്റെ നല്ല വശത്തായിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോഴാണ് ആ നെക്കിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ് കാണാൻ ഭംഗി വരുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ അടിക്കുമ്പോൾ താഴത്തെ ആ പൈപ്പിങ്ങും കൂടി ഒരുമിച്ച് നിങ്ങൾ അടിക്കുക.
അതിന് ഈ ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് വേണം കേട്ടോ അതുപോലെ അടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും. എന്നിട്ട് ഞാൻ ഇതുപോലെ ആക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഇപ്പുറത്ത് കൂടെയാണ് അതിൻ്റെ സ്റ്റിച്ചിങ് കാണുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഇതിന് വേണ്ട സ്ലീവാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടുത്തെ ആം ഹോൾ എൻ്റെ അളവ് എടുക്കുകയാണ്. ഇവിടെ അളവെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 15 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കിതുപോലെ രണ്ടാക്കി മടക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 10 ഇഞ്ച് കിട്ടും. വീതി എടുക്കുന്നത് 3 ഇഞ്ചാണ്. എന്നിട്ട് ഞാനിവിടെ നമുക്ക് 15 ഇഞ്ചല്ലേ വരുന്നത്, അപ്പോൾ ഞാൻ 7.5 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്തു. ബാക്കി ഭാഗം ഫ്ലീറ്റ്സ് ഇടാൻ വേണ്ടി ആ ഒരു സൈഡിൽ നിന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആ മടങ്ങിയ ഭാഗം താഴെയായിട്ട് വരും. ഈ ഒരു മുകളിലത്തെ ഭാഗമാണ് നമ്മൾ ടോപ്പായിട്ട് അറ്റാച്ച് ചെയ്യണത്. ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കും. അപ്പം ഞാനിതിൻ്റെ മുകളിലായിട്ട് വയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ ചുരുക്കിടാൻ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് നമ്മൾ ചെറിയ ചുരുക്കിടാണ്. ഇനി അടുത്തത് നമുക്ക് സിബ് വയ്ക്കാനുള്ളതാണ്. ഇനി ബാക്കിൽ നമ്മളിവിടെ മറിച്ചിട്ടിട്ടുണ്ട് നല്ല വശത്തേക്ക്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ജസ്റ്റ് ഇതുപോലെ സിബ് വെച്ച് കൊടുത്ത് അടിക്കുകയാണ്. അപ്പോൾ ഇത് തയ്ക്കുന്ന വീഡിയോ ഒന്നും അധികം ഞാൻ ഇട്ടിട്ടില്ല. അതിൻ്റെ മുന്നേ ഞാൻ കുറേ സിബ് സ്റ്റിച്ച് ചെയ്യണതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കാം. ഫ്രണ്ട് ഭാഗത്തായിട്ട് ഞാൻ ഇതുപോലെ ഒരു പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ 2.5 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ തയ്ച്ച് കഴിയുമ്പോൾ 2 ഇഞ്ച് വരും. അപ്പോൾ അതിൻ്റെ വീതി എടുക്കേണ്ടത് ടോപ്പിൻ്റെ വീതി തന്നെ എടുക്കുക. എന്നിട്ട് ഇതുപോലെ ആ തുണീനെ ഞാൻ മടക്കിയിട്ടുണ്ട്. ഡബിൾ ഫോൾഡ് ചെയ്തിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ നമ്മളിപ്പോൾ സ്ലീവൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ട് ഞാൻ ചെറിയൊരു പൈപ്പിങ് ആ ഒരു പുറത്തത്തെ സ്റ്റിച്ചിങ് കാണാത്ത രീതിയിൽ അടിച്ചിട്ടുണ്ട്. സിബും അതുപോലെ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ ബാൻഡ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആദ്യം ജോയിൻ ചെയ്യേണ്ടത് സ്കേർട്ട് പോർഷനാണ്. അപ്പോൾ അതിൻ്റെ നല്ല തുണി മാത്രം എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഫ്രണ്ട് ഭാഗത്ത് പീസ് മാത്രം ഇതുപോലെ ചുരുക്കിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ മറിച്ചിടുകയാണ്. അപ്പോൾ ഈ സ്കേർട്ട് പോർഷൻ വയ്ക്കുമ്പോൾ സ്കേർട്ട് പോർഷൻ്റെ നല്ല വശവും ടോപ്പിൻ്റെ നല്ല വശം ചേർത്തിട്ട് വയ്ക്കാൻ ശ്രദ്ധിക്കാം. എല്ലാം അതുപോലെ തന്നെ നല്ല വശം ചേർത്തിട്ട് ഇതുപോലെ ഫ്ലീറ്റ്സ് ഇട്ട് തയ്ച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലാണ് ഇനി നമ്മൾ ലൈനിങ് പീസ് വെക്കുന്നത്. അപ്പോൾ അത് വയ്ക്കുമ്പോൾ നമ്മൾ ബോഡി പാർട്ടിൻ്റെ മുകളിലായിട്ട് വേണം വെക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ അടിച്ച് സ്റ്റിച്ചിങ്ങൊന്നും കാണില്ല. എന്നിട്ട് കണ്ടോ ഇതുപോലെ നമ്മൾ മറച്ചിടുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് സ്കേർട്ട് പോർഷൻ്റെ നല്ല ഫാബ്രിക് ഇതും ഒരുമിച്ച് ചുരുക്കിട്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ പുറത്തേക്ക് ആ ഒരു ഭാഗം പുറത്തേക്ക് ഇരിക്കും. അപ്പോൾ അതൊരു വൃത്തികേടായതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യണത്. ഇനി നമുക്കതിൻ്റെ ചെസ്റ്റ് റൗണ്ടും വേസ്റ്റ് റൗണ്ടും ഒക്കെ അതുപോലെ കറക്റ്റായിട്ട് അടയാളപ്പെടുത്താം. എന്നിട്ട് 2 സൈഡും നമ്മളിതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കെട്ടാൻ വല്ല ബാക്കിൽ ഉണ്ടെങ്കിൽ ഇതിനുള്ളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ 2 ലൈനിങ് ഭാഗവും ടോപ്പ് വാഷും ഒരുമിച്ച് അടിക്കുക. ഇല്ലെങ്കിൽ ആദ്യം ലൈനിങ് പാർട്ട് ഈ ഒരു സൈഡിൽ അടിച്ചിട്ട് ഒരുമിച്ച് അടിക്കുക. എന്നിട്ട് പകുതി വെച്ച് നിർത്തിയിട്ട് നല്ല ഭാഗം അടിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഫ്രോക്ക് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഫ്രിൽ നെക്കാണ് ഞാൻ ഇതിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്കിവിടെ ചെറിയൊരു ബോ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. താഴെ ഇതുപോലെ മടക്കി തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ 30 ഇഞ്ച് ഇറക്കമാണ് വരണത്. ബോഡി പാർട്ട് 11 ഇഞ്ചും സ്കേർട്ട് പോർഷൻ 19 ഇഞ്ചും ആണ്. അപ്പോൾ ഏജ് വരുന്നത് 7 to 8 ഇയേഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു പുതിയൊരു പാറ്റേണിലുള്ള ഈ ഒരു ഫ്രോക്ക് എല്ലാവരും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്കിൻ്റെ വീഡിയോ ആയിട്ട് കാണാം. ബൈ.